മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന ഇന്ന് ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്ന കൂട്ടുകാരെ, ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വലിയ ആഗ്രഹത്തിനും ഒരുപാട് നാളത്തെ ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ആദ്യ കുർബാന സ്വീകരണ ദിവസത്തിലേക്ക് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർ എത്തിച്ചേർന്നിരിക്കുക. ഈ മനോഹര ദിവസത്തിന് വേണ്ടി ഒത്തിരി ഒരുക്കത്തോടെ കാത്തിരുന്ന ഇവരെയും, വിശ്വാസ ജീവിതത്തിൽ ഇവർക്കെന്നും മാതൃകയും പ്രചോദനവുമാകുന്ന ഇവരുടെ മാതാപിതാക്കളെയും, ഈ ദിവസത്തിന് വേണ്ടി ഈ മക്കളെ ആധ്യാത്മികമായും ഭൗതികമായും ഒരുക്കിയ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇവരുടെ മതാധ്യാപകരെയും കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ഇടവക ധ്യാനത്തിൻ്റെ ഭാഗമായുള്ള ഭവന സന്ദർശനത്തിൽ അച്ഛൻ പരിചയപ്പെട്ട ഒരു 20 വയസ്സുകാരി പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നു. ഗ്രാമപ്രദേശത്തുള്ള ഒരു ഇടവക സമൂഹം, ആ ഇടവക ദേവാലയത്തിൽ നിന്നും ഒത്തിരി അകലെയായി ഈ പെൺകുട്ടിയുടെ വീട്. പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയും നിറഞ്ഞ ഗ്രാമ വഴികളിലൂടെ ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ എല്ലാവരെയും ധ്യാനത്തിന് ക്ഷണിച്ച് മടങ്ങുമ്പോൾ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു പഴയ സ്കൂട്ടർ ചൂണ്ടിക്കൊണ്ട് ആ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു: അച്ഛാ, നമ്മുടെ ഇടവക ദേവാലയത്തിന് അടുത്തായിരുന്നു കുറച്ചു നാൾ വരെ ഞങ്ങൾ താമസിച്ചത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോകുമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വീട് വിറ്റ് പള്ളിയിൽ നിന്നും ഇത്ര അകലെ വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. എൻ്റെ ദിവസേനയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം മുടങ്ങാതിരിക്കുവാൻ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ പഴയ സ്കൂട്ടർ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്നുള്ളതാണ് അച്ഛാ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന, അനുദിന ബലിയർപ്പണത്തിന് പ്രാധാന്യം നൽകുന്ന, വ്യക്തി ജീവിതത്തിന്റെ അടിസ്ഥാനവും കേന്ദ്രവുമായി വിശുദ്ധ ബലിയെ കാണുന്ന ഒരു മകൾ. ഇതുതന്നെയാണ് സഭയും നമ്മെ പഠിപ്പിക്കുക. ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും അടിസ്ഥാന ശിലയുമാണ് വിശുദ്ധ കുർബാന എന്ന വസ്തുത. കാരണം മറ്റു കുദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവകൃപ നാം സ്വീകരിക്കുമ്പോൾ ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിലും നാം ഈ കൃപകളുടെ എല്ലാം ദാതാവായ ഈശോയെ തന്നെയാണ് സ്വീകരിക്കുക. നമ്മൾ എത്ര വലിയ വ്യക്തിയോ എത്ര ജോലി തിരക്കുള്ളവരോ ആയിക്കൊള്ളട്ടെ, വിശുദ്ധ കുർബാനയിൽ ആരംഭിക്കേണ്ടതാണ് നമ്മുടെ ഓരോ ദിവസവും. കുട്ടികളായ നിങ്ങൾക്ക് ഒരുപക്ഷെ രാവിലെ അല്പം മടിയൊക്കെ കാണും പള്ളിയിലേക്ക് വരാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഈശോയ്ക്ക് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്ന മക്കളായി മാറുവാൻ ഈശോ ഇന്ന് നിങ്ങളെ വിളിക്കുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം സഭ നൽകുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചന ഭാഗം. ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ നാം ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈശോയുടെ തിരു ശരീര രക്തങ്ങളാണ് നാം സ്വീകരിക്കുക. എന്നോടുള്ള ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക. ഈ ഒരു വസ്തുത മക്കളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ബോധ്യം. ഇന്നത്തെ നമ്മുടെ ഈ സന്തോഷത്തിന് മാറ്റുകൂട്ടുവാൻ പള്ളിയിലെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ടാവും. നല്ല രുചിയോടെ ആസ്വദിച്ച് ഒത്തിരി ഭക്ഷണം ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കഴിക്കും. കാരണം എല്ലാവർക്കും തന്നെ നല്ല വിശപ്പ് കാണും. രാവിലെ അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിലേക്ക് ഓടി വന്നവരാണ് നിങ്ങൾ എല്ലാവരും. എന്നാൽ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വിശപ്പില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഭക്ഷണം വേണ്ട, ഭക്ഷണം കഴിക്കാനാവുന്നില്ല, വിശപ്പില്ല. ഇന്ന് നിങ്ങൾ ആദ്യമായി ഈശോയെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഈശോയ്ക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഒരിക്കലും അവസാനിക്കാത്ത ദിവ്യകാരുണ്യത്തിലെ ഈശോയെ വീണ്ടും വീണ്ടും സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന
വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളായി നിങ്ങൾ വളർന്നു വരണം എന്നുള്ളതാണ്. ഓരോ വിശുദ്ധ കുർബാനയ്ക്കും വേണ്ടി തീക്ഷ്ണതയോടെ ഒരുങ്ങുന്ന മക്കളാകുവാൻ. പപ്പയും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് കുർബാനയ്ക്ക് വരികയല്ല, മറിച്ച് ഒത്തിരി സ്നേഹത്തോടെ ഉത്സാഹത്തോടെ ഈശോയെ കാണുവാനും എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടെ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന മക്കളായി നിങ്ങൾ വളർന്നു വരുവാൻ ഒത്തിരി സന്തോഷത്തോടും തീക്ഷ്ണതയോടും കൂടെയാണ് ഈ ആദ്യ കുർബാന സ്വീകരണ ദിവസം നമ്മുടെ ഈ ഇടവക ദേവാലയത്തിൽ ഈശോയുടെ മുൻപിൽ നിങ്ങളെല്ലാവരും ആയിരിക്കുക. വർഷങ്ങൾ കഴിയും തോറും നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഈ ദേവാലയത്തിലെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനവും പിറകോട്ട് മാറിക്കൊണ്ടിരിക്കും. നിൽക്കുന്ന ക്രമത്തിൽ അൾത്താരയിൽ നിന്നും ഒരുപക്ഷെ നിങ്ങൾ അകന്ന് പോയാലും ഈശോയിൽ നിന്നും ഒരിക്കലും നിങ്ങൾ അകലരുത്. വിശുദ്ധ കുർബാനയിൽ നിന്നും ദേവാലയത്തിൽ നിന്നും അകന്നു പോകരുത്. ഈശോ നിങ്ങളോട് അടുത്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും ഈശോയോട് ചേർന്ന് ജീവിക്കുക. ഈശോയുടെ ഹൃദയത്തോട് എപ്പോഴും ചേർന്നിരിക്കുക. ഈശോയോട് അടുത്ത് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എല്ലായ്പ്പോഴും ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന നല്ല മക്കളായി വളർന്നു വരുവാൻ ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.